ക്ലൈമാക്സിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഷാളിൽ നിന്ന് നെക്ക് പ്ലീറ്റ് തയ്ക്കുന്ന ഒരു ഫ്രോക്കാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ആ ഷാളിൻ്റെ പീസിന് കറക്റ്റ് രണ്ടാക്കി മടക്കിയിടണം. നേർപകുതിയാക്കി മടക്കി ആ മടക്കി വരുന്ന ഭാഗമാണ് ഈ ഭാഗത്ത് കാണുന്നത്. അതിന് ആദ്യം സ്കേർട്ട് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ട് പീസിന് വേണ്ടി കട്ട് ചെയ്യുന്നതാണ്. തൽക്കാലം ഒരു 26 ഇഞ്ച് നീളം എടുത്തിട്ട് അടയാളപ്പെടുത്തുക. അതിനുശേഷം അത് കട്ട് ചെയ്ത് മാറ്റാം. മാറ്റിക്കഴിഞ്ഞ് ഇത് ബോഡി പീസാണ്. അതിന് തൽക്കാലം ഒരു 14 ഇഞ്ച് നീളം എടുക്കാം. ഇതൊരു 13 വയസ്സ് പ്രായം തന്നെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പതിമൂന്ന് ഇഞ്ച് ഇറക്കം, 13 ഇഞ്ച് സ്റ്റിച്ച് കൂടി 14 ഇഞ്ച്. ഇനി അത് നമുക്ക് അതിന് ശേഷം കഴുത്ത് വീതിയാണ് അടയാളപ്പെടുത്തേണ്ടത്. കഴുത്ത് വീതി ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്താം. അതിന് നെക്കിൻ്റെ ഇറക്കം നെക്കിൻ്റെ താഴ്ച 3 ഇഞ്ച് അടയാളപ്പെടുത്താം. അത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡറാണ്. ഷോൾഡർ 6 ഇഞ്ച് അടയാളപ്പെടുത്താം. അത് അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി കൈക്കുഴിയാണ്. അതും 6 ഇഞ്ച്. ഇനി ചെസ്റ്റ് അളവ് 10 ഇഞ്ച് എടുക്കാം. പത്തിഞ്ച് അടയാളപ്പെടുത്തി ഇനി അതിലോട്ട് കൈക്കുഴി ഷേപ്പ് ചെയ്ത് പോവാം. പിന്നെ അരവണ്ണം അടയാളപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് 1 ഇഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ബാക്കിൽ ബാൻഡ് വെച്ച് നമുക്ക് കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് 1 ഇഞ്ച് മതി. പിന്നെ കറക്റ്റ് അളവാണെങ്കിൽ വണ്ണം അനുസരിച്ച് അടയാളപ്പെടുത്തിയാൽ മതി. നല്ല 1 ഇഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കും. അത് ഷേപ്പ് ചെയ്തു. ഇനി വരച്ചതിൽ കൂടി കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് ഫ്രണ്ട് ഒന്നിച്ചിട്ടാണ് കട്ട് ചെയ്യണത്. ഷോൾഡർ കട്ട് ചെയ്യുക. താഴെ ഷേപ്പ് ചെയ്ത് പോവുക. അരവണ്ണത്തിൽ നിന്ന് കൈക്കുഴി കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ 2 പീസ് ഒന്നിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കിൽ സിബ് വെക്കണമെങ്കിൽ ബാക്കിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം, ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഇനി ഫ്രില്ലാണ്, നെക്കിന് വെക്കാനുള്ള ഫ്രില്ലാണ് കട്ട് ചെയ്യണത്. അതൊരു 8 ഇഞ്ച് വീതിയെടുക്കുക. അപ്പോൾ ഒരു ഫ്രണ്ട് മുന്നേ മറഞ്ഞ് കിടക്കുന്ന വിധത്തിൽ വന്നോളും. അതും കട്ട് ചെയ്തെടുക്കുക. കട്ടിങ് കഴിഞ്ഞ് ഇനി ഇതുപോലെ പീസ് ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ ആ സ്കേർട്ട് പീസും ബോഡി പീസും എടുത്ത അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിന് ഞൊറി വിട്ട് പോവുക. ഓരോ പീസും എടുത്തിട്ട് ആ ഫുള്ള് വന്ന വീത്തിലാണ് ഞൊറി വിട്ട് പോയാൽ മതി. അപ്പോൾ ഇത് ഞൊറി വിട്ട് കഴിഞ്ഞ് രണ്ട് പീസും അതേപോലെ ഞൊറി വിട്ടെടുക്കണം. പിന്നെ ബാക്കിൽ ഓപ്പൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സിബ് വെക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഷോൾഡർ നമ്മൾ യോജിപ്പിക്കുക. ഇപ്പോൾ ഷോൾഡർ യോജിപ്പിച്ച പീസാണ് ഈ കാണുന്നത്. ഇനി നെക്കിന് നമ്മൾ ഫ്രില്ല് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ഫ്രില്ലിനുള്ള പീസ് അതങ്ങനെ വെച്ച് കൊടുക്കുക. ഓപ്പണിൻ്റെ ആ ഭാഗം കൊള്ളണ വിധത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ചിട്ട് അത് ഫുള്ള് നെക്കിൻ്റെ ചുറ്റളവിൽ ഇങ്ങനെ ഞൊറി വിട്ട് പോവുക.
ഞൊറിവിട്ട് പോവുക. എല്ലാ ഭാഗവും ഒരേപോലെ ഞൊറിവിട്ട് പോകണം. ഇതിപ്പോൾ ഞൊറിവിട്ട് വെച്ച് കഴിഞ്ഞ് ഇതേപോലെ ഇരിക്കും. ആ ഞൊറിവിട്ട് കഴിയുമ്പോഴേക്കും ഇനി അത് കഴിഞ്ഞ് കഴുത്ത് ഫിനിഷ് ചെയ്യണ്ടേ, അതിന് വേണ്ടി ക്രോസ് പീസ് എടുക്കുക. തുണി ക്രോസ് ആയിട്ടിട്ടിട്ട് 1 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രോക്കിൻ്റെ ഉൾഭാഗത്ത് നിന്ന് ആ പീസ് പിടിപ്പിച്ച് കൊടുക്കുക. ചുറ്റി പിടിപ്പിച്ച് കൊടുക്കുക. അധികം വലിക്കരുത്. അതുപോലെ ചുറ്റി 1/4 ഇഞ്ച് സ്റ്റിച്ചിങ് ഇട്ടിട്ട് പിടിപ്പിച്ച് പോവുക. പിടിപ്പിച്ച് എന്നിട്ട് അടിച്ച് മറിച്ചെടുക്കുമ്പോൾ ഇതേപോലെ 1/2 ഇഞ്ച് നല്ല ഭാഗത്തോട്ടാക്കി മടക്കി തയ്ക്കുക. അപ്പോൾ ഇതുപോലെ ഇരിക്കും. അതിൻ്റെ കൈക്കുഴി അതുപോലെ തന്നെ ചെയ്യുക. അത് കഴിഞ്ഞ് സൈഡ് അടിക്കുക. ഇത്രേ ഉള്ളൂ ഫ്രോക്ക് ഫിനിഷ് ചെയ്ത് കഴിയാൻ. അപ്പോൾ ഇതുപോലെ ഇരിക്കും തയ്ച്ച് കഴിയുമ്പോൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലും ക്ലിക്ക് ചെയ്തേക്കണം.